സുധാകരൻ ഉൾപ്പെടെ എന്റെ പട്ടി പോലും പോവില്ല ബിജെപിയിലേക്ക്. സുധാകരനും ഒരുമിച്ച് എനിക്ക് നല്ലൊരു പട്ടിയുണ്ട് ബ്രൂണോ, അതുപോലും പോവില്ല ബിജെപിയിലേക്ക്. പ്രസ്ഥാനത്തിൽ നിന്ന് മാറിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എന്റെ പട്ടി പോലും പോവില്ല ബിജെപിയിലേക്ക്. ശ്രീ പത്മനാഭ, ഈ സുധാകരനെ കൊണ്ട് നായ്ക്കൾക്കും നാട്ടിലെ BJP-കാർക്കും ജീവിക്കാൻ വയ്യാത്ത ഒരവസ്ഥ ആയല്ലേ. എന്തായാലടാ ചുമ്മാ കുരച്ചോണ്ട് കിടക്കുന്നേ. സുധാകരൻ്റെ ബ്രൂണെ അന്വേഷിച്ച് നടക്ക എന്നെ. ആ, ഇതാര് വരണത്? ശോഭാ സുരേന്ദ്രൻ അല്ലേ? എടേ ബാലപ്പ, ഇന്നലെ ശോഭ ഒരു പാപ്പിയിലെ അപ്പച്ചൻ്റെ കാര്യം പറയുന്ന കേട്ട്. അതെന്തരാണെന്ന് കാള് മുഖ്യമന്ത്രി പറയുകയാണ്. അയ്യോ, ശോഭയല്ലേ പറഞ്ഞത്, മുഖ്യമന്ത്രിയാ. എന്തരാണ്? പാപിയുടെ കൂടെ പാവിയിലൂടെ ശിവൻ നടന്നാ ശിവനും പാപിയാകും എന്നാണ് പറഞ്ഞത്. അയ്യോ, ഈ പിണറായി വിജയൻ ഏതെങ്കിലും പാവിയിലെ കൈ പിടിച്ചിട്ടുണ്ടാ? കരിമണൽ കർത്ത എന്ന് പറയുന്ന പാപിയുടെ കൈ പിടിച്ചില്ലേ? അത് ശരി തന്നെ. കർത്തേരെ കൈ പിടിച്ചത് കൊണ്ടാണ് ഇപ്പൊ കവന്ന് കിടന്ന് ഈടിയിലെ കാല് ഒടിക്കുന്നത്. സ്വർണ്ണക്കടത്തിന് നേതൃത്വം കൊടുക്കുന്ന അതാര് നേതൃത്വം കൊടുത്തത്? ക്രിമിനലുകളുടെ കൈ പിടിച്ചില്ലേ? ഈ ക്രിമിനൽ എന്നുള്ള വാക്ക് ഈ ഇടയ്ക്ക് വേറെ ആരോ പറഞ്ഞിട്ടുണ്ടല്ലേ. ഓ, ഗവർണർ. BS അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവനെന്ന് വിളിച്ച ഫാരിസ് അബൂബക്കറിന്റെ കൈ പിടിച്ചില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി? പിടിച്ചേ. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി സർവത്ര പാപികളുടെയും കൈ പിടിച്ച് സ്വന്തം കുടുംബാധിപത്യത്തിനു വേണ്ടി പ്രസ്ഥാനത്തെ മാറ്റിമറിച്ചതിനു ശേഷം പെട്ടെന്ന് പറ കേക്കട്ടെ. കേരളത്തിലെ ജനങ്ങളെ പൗരബോധം പഠിപ്പിക്കരുത് എന്ന് പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മളെ മുഖ്യമന്ത്രിക്ക് എന്തോ വാദോപദ്രവോ ഉണ്ടെന്ന് പറയുന്ന കേട്ടെ. ഈ മുഖ്യമന്ത്രിയുടെ സ്വജനപക്ഷവാദത്തിനും അയ്യോ, സ്വജനപക്ഷവാദമായിരുന്ന ഞാൻ വിചാരിച്ച് വാദോപദ്രവമെന്ന്. അഴിമതിക്കുമെതിരായിക്കൊണ്ട് മനസ്സു നുറുങ്ങിയിട്ട് തന്നെ ഈ പ്രസ്ഥാനത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ജയരാജനും പ്രാദേശിക നേതാക്കന്മാരിൽ പലരും BJP-യുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായത്. ജയരാജനെ പോലെ CPM-ലെ പല നേതാക്കൾക്കും BJP-യിലോട്ട് വരാൻ ആഗ്രഹമുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ പിണറായി വിജയൻ ഉള്ളപ്പോൾ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് അവരെ കൊട്ടേഷൻ കൊടുത്ത് ഇല്ലാതാക്കുമെന്നുള്ള ഭയപ്പാട് കൊണ്ട് തന്നെയാണ് ശ്വാസം മുട്ടി ഈ പ്രസ്ഥാനത്തിനകത്ത് അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും കഴിഞ്ഞുകൂടി പോകുന്നത്. അപ്പപ്പോ, പിണറായി വിജയൻ കൊട്ടേഷന്റെ ആളാണല്ലേ. പാപക്കറ നിറഞ്ഞ കൈകൾ ശുദ്ധമാക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഏത് ഫയൽ മാറ്റിയിട്ടും കാര്യമില്ല. BJP ചേരാനെ കൊണ്ട് ജയരാജൻ നന്ദകുമാറിന്റെ പിറകെ നടന്നെന്നാണ് ഞാൻ കേട്ടത്. നന്ദകുമാറിന്റെ വീട്ടിൽ, നന്ദകുമാറിന്റെ അമ്പലത്തിൽ, നന്ദകുമാർ പ്രസിഡന്റ് ആയിട്ടുള്ള ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ നന്ദകുമാറിനോടൊപ്പമുള്ള വിവിധ യാത്രകളിൽ എല്ലാം. കേട്ടോടെ ബാലപ്പ, ഈ പി ജയരാജൻ ഈ പറയുന്ന നന്ദകുമാറിന് സ്വസ്ഥമായിട്ട് തൂറാൻ പോലും അനുവദിക്കാതെ പിറകെ നടന്നെന്നാണ് ശോഭ പറയുന്നത്. ബാക്കിയുടെ കാള് അല്ല, പി ജയരാജൻ CPM-ൽ നിന്ന് വിട്ടുപോകാനായിട്ട് എന്തരാണ് കാര്യമെന്ന് അറിഞ്ഞൂടല്ലേ? അല്ല, പി ജയരാജൻ പ്രസ്ഥാനത്തിൽ നിന്ന് മാറിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊന്നും നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഉണ്ടോ? അതാണ് എന്തൊരു നൊട്ടിക്ക് അതൊക്കെ നമ്മൾ അറിയുന്നത്. സുധാകരൻ്റെ പട്ടി വന്നാലും നമ്മൾ പാർട്ടിയിലെടുക്കും അല്ലേ ശോഭേ? പിണറായി വിജയനും VD സതീശനും സുധാകരനും ഒരുമിച്ച് കൈപ്പത്തി അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്നത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും. വാടേ വേലപ്പ, ഇനി ഈ ഒരു ഭാഗ്യം കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. അരിവാൾ ചുറ്റിക കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണം. വാ എവിടെ ഒരു പാട്ട് കേൾക്കണല്ലടാ, അതിനിടയ്ക്ക് പാട്ട് ഇറങ്ങിയ അരിവാൾ ചുറ്റിക കൈപ്പത്തി അതാണു നമ്മുടെ അടയാളം,
അരിവാൾ ചുറ്റിക കൈപ്പത്തി അതാണ് നമ്മുടെ അടയാളം. കലക്കിയടേ കലക്കി യാത് വാ. അരിവാൾ ചുറ്റിക കൈപ്പത്തി അതാണ് നമ്മുടെ അടയാളം.